ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൃത്തിയാക്കാൻ പോവുകയാണ് 3 മിനിറ്റ്സ് വൊക്കാബുലറി. വ്യത്യസ്തമായ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ക്ലീൻ ഔട്ട്, ക്ലീൻ ഓഫ്, ക്ലീൻ അപ്പ്, ക്ലീൻ അവേ എന്നിവയുടെ ഉപയോഗം. പേര് പോലെ തന്നെ ഇവയെല്ലാം വൃത്തിയാക്കുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവ തമ്മിൽ ചില ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസം എന്താണ് എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ആദ്യം ക്ലീൻ ഔട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഒരു സ്പേസിൻ്റെ അകംഭാഗം വൃത്തിയാക്കുന്നതിനെയാണ് ക്ലീൻ ഔട്ട് എന്ന് പറയുന്നത്. ഐ ക്ലീൻ ഔട്ട് ദ കബോർഡ്സ്, അതായത് അലമാരയുടെ ഉള്ളുവശം, അതായത് കബോർഡ്, അതുപോലെ കള്ളികളൊക്കെ ഇല്ലേ, അത്തരത്തിലുള്ള അകം സ്പേസ് മുഴുവൻ ക്ലീൻ ചെയ്യുന്നതിനെയാണ് ക്ലീൻ ഔട്ട് എന്ന് പറയുന്നത്. ക്ലീൻ ഔട്ട് ദ ക്ലോസറ്റ് എന്ന് വെച്ചാൽ ക്ലോസറ്റ് വൃത്തിയാക്കുക എന്നതാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്ലോസറ്റിനകം വൃത്തിയാക്കുക എന്ന അർത്ഥമാണ്. അതായത് ഏതൊരു വസ്തുവിൻ്റെയും അകംഭാഗം വൃത്തിയാക്കുന്നതിനെയാണ് ക്ലീൻ ഔട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലീൻ ഓഫ് എന്താണെന്ന് പരിചയപ്പെടാം. അതായത് ഒരു സ്പേസിൻ്റെ പരന്ന ഭാഗം വൃത്തിയാക്കുന്നതിനാണ് ക്ലീൻ ഓഫ് എന്ന് പറയുന്നത്. ക്ലീൻ ഓഫ് ദി ടി വി സ്ക്രീൻ, അതായത് ടി വിയുടെ പരന്ന ഭാഗം, അതായത് ടി വി സ്ക്രീനൊക്കെ ഉൾപ്പെടുന്നതാണല്ലോ പരന്ന ഭാഗം, അവിടെ വൃത്തിയാക്കുക എന്നാണ് പറയുന്നത്. ക്ലീൻ ഓഫ് ദി ടി വി സ്ക്രീൻ. നെക്സ്റ്റ്, ഐ ക്ലീൻ അറ്റ് ദ മഡ് ഓഫ് ദ കിച്ചൺ ഫ്ലോർ, അതായത് ഞാൻ അടുക്കളത്തറ വൃത്തിയാക്കി എന്നാണ്. അടുക്കളയുടെ ആ പരന്ന ഭാഗങ്ങളൊക്കെ ഞാൻ വൃത്തിയാക്കി എന്ന അർത്ഥമാണ്. ക്ലീൻ ഓഫ് ദ ടേബിൾ, മേശ വൃത്തിയാക്കുക എന്നാണ്. അതായത് ഒരു സ്പേസിൻ്റെ പരന്ന ഭാഗം വൃത്തിയാക്കുന്നതിനെയാണ് ക്ലീൻ ഓഫ് എന്ന് പറയുന്നത്. എന്നാൽ ഓർത്തിരിക്കേണ്ടത്, ക്ലീൻ ഔട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്പേസിൻ്റെ അകംഭാഗം, ഇന്നർ സൈഡ് വൃത്തിയാക്കുന്നതിനെയാണ് ക്ലീൻ ഔട്ട് എന്ന് പറയുന്നത് എന്നതാണ് വ്യത്യാസം. ഇനി ക്ലീൻ അപ്പ് എന്താണെന്ന് നോക്കാം. ഒരു ലാർജായിട്ടുള്ള അല്ലെങ്കിൽ ടോട്ടലായിട്ടുള്ള സ്പേസ് മുഴുവൻ വൃത്തിയാക്കുന്നതിനെയാണ് ക്ലീൻ അപ്പ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഒരു ഭാഗവും മാറ്റി നിർത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ക്ലീൻ അപ്പ് ദ റൂം എന്ന് വെച്ചാൽ ഒരു മുറിയുടെ എല്ലാ ഭാഗവും, ഒരു ഭാഗവും മാറ്റി നിർത്തപ്പെടാതെ മൊത്തം ഭാഗവും വൃത്തിയാക്കുന്നതിനെയാണ് ക്ലീൻ അപ്പ് എന്ന് പറയുന്നത്. ക്ലീൻ അപ്പ് ദ പ്ലേ ഗ്രൗണ്ട്, ഒരു ലാർജായിട്ടുള്ള സ്പേസാണ് പ്ലേ ഗ്രൗണ്ട്, അത് മുഴുവനായും വൃത്തിയാക്കുകയാണ്, അതാണ് ക്ലീൻ അപ്പ് എന്ന് പറയുന്നത്. ക്ലീൻ അവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെഷ്യൽ പാർട്ട്, ഒരു പ്രത്യേകമായ ഭാഗം മാത്രം വൃത്തിയാക്കുന്നതിനെ ക്ലീൻ അവേ എന്ന് പറയുന്നു. പൊടുന്നനെ ഒരു ഗ്ലാസ് പൊട്ടി എന്ന് വിചാരിക്കുക. ആ ഗ്ലാസും ആ ഗ്ലാസിൻ്റെ ചില്ല് കഷ്ണങ്ങളും വൃത്തിയാക്കുന്നതിനെയാണ് ക്ലീൻ അവേ എന്ന് പറയുന്നത്. ക്ലീൻ അവേ ദ ഗ്ലാസ് പീസസ്. അതായത് സ്പെഷ്യലായിട്ടുള്ള ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം സംഭവങ്ങളെ വൃത്തിയാക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് എന്ത്? ക്ലീൻ അവേ. ക്ലീൻ അവേ ദ ഡാറ്റ് ഓഫ് യുവർ നെയിൽ, നിങ്ങളുടെ നഖത്തിലെ അഴുക്ക് വൃത്തിയാക്കുക എന്നതാണ്. നമ്മളൊരു ജോലിയൊക്കെ ചെയ്യുമ്പോൾ കൈനഖങ്ങളിൽ ചെളികൾ പറ്റാറുണ്ട്. ആ ചെളി മാത്രം വൃത്തിയാക്കുന്നതിന് നമ്മൾ ക്ലീൻ അവേ എന്നാണ് പറയുന്നത്. പാചകം ചെയ്യുമ്പോൾ ഭക്ഷണ പദാർത്ഥം സ്റ്റൗവിൽ വീഴാറുണ്ട്. അതുപോലെ ഓയിൽ കുപ്പികളൊക്കെ തട്ടി നിലത്ത് വീഴുമ്പോൾ ആ ഓയിൽ നമ്മൾ വൃത്തിയാക്കാറുണ്ട്. ഇത്തരത്തിൽ സ്പെഷ്യലായിട്ട് വൃത്തിയാക്കുന്നതിനെയാണ് ക്ലീൻ അവേ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലീൻ ഔട്ട്, ക്ലീൻ ഓഫ്, ക്ലീൻ അപ്പ്, ക്ലീൻ അവേ എന്നിവ തമ്മിലുള്ള വ്യത്യാസം ഇവയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.